സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. കനത്ത മഴയിൽ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കനത്ത മഴയിൽ ആലപ്പുഴ കുട്ടനാട്ടിലെ വിവിധയിടങ്ങൾ വെള്ളത്തിനടിയിലായി. ചക്കുളത്തുകാവ് ക്ഷേത്ര പരിസരം വെള്ളത്തിൽ മുങ്ങി. പത്തനംതിട്ട തിരുവല്ലയിലെ തിരുമൂലപുരം, ആറ്റുവാലി എന്നീ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം ആറ്റിങ്ങൽ പൂവമ്പാറയിൽ ദേശീയപാതയ്ക്കു കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പമ്പ, അച്ചൻകോവിലാർ, മണിമലയാർ നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തുടരുകയാണ്. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രാ നിരോധനത്തിനും മാറ്റമില്ല. കൊല്ലം പോരുവഴിയിൽ കനത്ത മഴയെ തുടർന്ന് വീടിന്റെ അടുക്കള ഇടിഞ്ഞു വീണു. പോരുവഴി കമ്പലടി സ്വദേശി സുരയുടെ വീടിന്റെ അടുക്കളയാണ് ഇടിഞ്ഞു വീണത്. ഈ സമയം കുടുംബം പുറത്തായിരുന്നതിനാൽ വലിയ അപകടമൊഴിവായി. കൊച്ചി എടവനക്കാട് പഞ്ചായത്തിൽ കടലേറ്റം രൂക്ഷമായതോടെ അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ ജനങ്ങൾ വൈപ്പിൻ മുനമ്പം സംസ്ഥാനപാത ഉപരോധിച്ചു. കോഴിക്കോട് ജില്ലയിൽ പയ്യാനക്കൽ ശക്തമായ കാറ്റിൽ 2 വീടുകൾ ഭാഗികമായി തകർന്നു. ചാലിയാർ പുഴയുടെ കുറുകെയുള്ള ഊർക്കടവ് റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ 17 ഷട്ടറുകളും ഉയർത്തി. ശക്തമായ കടൽക്ഷോഭത്തിൽ കാപ്പാട് കൊയിലാണ്ടി തീരദേശ റോഡ് തകർന്നു. ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. കാസർഗോഡ് മധുവാഹിനി പുഴ കരകവിഞ്ഞതോടെ മധൂർ ക്ഷേത്രത്തിൽ വെള്ളം കയറി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.